ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സുവോളജി പ്രാക്ടിക്കൽ എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളും ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ചോദിക്കും, ഇനി എഴുതി കഴിഞ്ഞവർ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ എന്താണ്? കാരണം അവർ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് വാട്സപ്പിലൂടെയും നമ്മുടെ കമന്റ് ബോക്സിലൂടെയും ഒക്കെ. ദെൻ എഴുതാൻ പോകുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പ്രാക്ടിക്കൽസ് ഒക്കെ ടീച്ചർ ആണെങ്കിൽ പ്രാക്ടിക്കൽസ് ഒക്കെ കണ്ടക്ട് ചെയ്തു. അപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പൊതുവെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, മിസ്റ്റേക്സുകൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാന്ന് വിചാരിച്ചു. അപ്പൊ കഴിയാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് വരുത്താതെ ഇരിക്കാൻ ശ്രമിക്കാം അല്ലെ. കഴിഞ്ഞ കുട്ടികളുടെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ചിലതൊന്നും ആവശ്യമില്ലാത്ത ടെൻഷൻസ് ആണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി വരുന്ന അവരുടെ പ്രാക്ടിക്കൽ എക്സാമും വെറുതെ ഈ ടെൻഷൻ ആയിട്ട് ബുദ്ധിമുട്ടാവണ്ട അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പൊ നമ്മള് എക്സാം എഴുതി കഴിഞ്ഞവരുടെ ഒരു പ്രശ്നങ്ങള്, ഇപ്പൊ കുട്ടികൾ ലേബൽ ചെയ്ത കാര്യത്തിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞു. പിന്നെ ജോയിന്റ് എഴുതിയപ്പോ പേര് ഇങ്ങനെ എഴുതിയാൽ മതിയോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടു. പിന്നെ അതുപോലെ തന്നെ ഡയഗ്രാം വരച്ചത് ലേബൽ ചെയ്തത് കൂടി കുറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വൈസ് തന്നെ ഞാൻ കവർ ചെയ്ത് തരാം. പിന്നെ എഴുതാൻ പോകുന്നവർ കൂടി കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻവെർട്ടിബ്രേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇൻവെർട്ടിബ്രേറ്റ് ഞാനൊന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് 5 എണ്ണം നിങ്ങളുടെ ഇന്റേണൽ എക്സാമിനർ, അതായത് നിങ്ങളുടെ സ്കൂളിലെ സുവോളജി ടീച്ചർ ഏതെങ്കിലും 5 എണ്ണം നിങ്ങളോട് പറയും, അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതിൽ എഴുതുമ്പോ ഇൻവെർട്ടിബ്രേറ്റ് സ്പെസിമെൻ ആണ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ടേമിലല്ല അവിടെ പ്രാധാന്യം. ഇനി ആ തന്നിരിക്കുന്ന സ്പെസിമെൻ ഏതാ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇപ്പൊ എക്സാമ്പിൾ ലീച്ച് ആവാം, അല്ലെങ്കിൽ അതിന് അപ്പൊ നമുക്ക് ലീച്ച് എഴുതിയ ആ സ്പെസിമെന്റെ പേരായി അല്ലെ. ലിവർ ഫ്ലൂക്ക് അപ്പൊ അല്ലെങ്കിൽ ഫാഷിയോള ആ രീതിയിൽ എഴുതുക. ദെൻ PGN ആണെങ്കിൽ ഗിവൺ ഇൻവെർട്ടിബ്രേറ്റ് സ്പെസിമെൻ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതല്ല ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് റാബിറ്റിന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ കുട്ടികൾ ചോദിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഞാൻ അന്ന് മുൻപ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, അതായത് ഐദർ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഏതാണ് അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അത് നമ്മുടെ ചോയ്സ് അല്ല, അത് നിങ്ങൾക്ക് എക്സാമിനർ ആണ് നിങ്ങളോട് പറയുക എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. പിന്നെ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ആണ് ചോദിച്ചതെങ്കിൽ അത് എഴുതിയാലാണ് ഹാഫ് മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോ പിന്നെ നമുക്കിപ്പോ സിൽക്ക് വേമിന്റെ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ചോദിച്ചു, കുട്ടി എഴുതിയത് സിൽക്ക് കിട്ടുന്നു എന്ന് എഴുതിയാൽ അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, അതിന് മാർക്ക് തരാൻ പറ്റില്ല. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എന്താണോ എക്സാമിനർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ക്യാരക്ടർ തന്നെ എഴുതുക എന്നുള്ളതാണ്. എന്നാലാണ് നമുക്ക് 1/2 മാർക്കിൽ 1 പോയിന്റ് പക്ഷെ അത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അഡാപ്റ്റേഷൻ ആണെങ്കിൽ ഇപ്പൊ പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സ് അഡാപ്റ്റേഷൻ ആണ് അല്ലെ. എനേറോബിക് റെസ്പിറേഷൻ ഒക്കെ വേർബ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് അഡാപ്റ്റേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരം ക്യാരക്ടേഴ്സ് എഴുതുക എന്നുള്ളതാണ്, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ PGNന്റെയോ കലോട്ടസിന്റെയോ ഒക്കെ അഡാപ്റ്റേഷൻസ് ചോദിക്കാം. അപ്പൊ അത് അത്തരം ഇപ്പോ ഞാൻ ടീച്ചർ കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ അഡാപ്റ്റേഷൻ ചോദിച്ചു, അല്ലെങ്കിൽ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ചോദിച്ചു, അപ്പോൾ ഉടനെ ഇറ്റ് ഈസ് അക്വാട്ടിക് ഓർ മെറൈൻ. അതൊന്നും നമ്മളിപ്പോ എത്രയോ ജീവികളുണ്ട്, അതെങ്ങനെയാ ഇപ്പൊ ഗിവൺ സ്പെസിമെന്റ് ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള വേഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ എഴുതാതിരിക്കുക. മറിച്ച് അതിന്റെ ഇപ്പൊ ഫ്രോഗിനെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ എഴുതാം, മോയിസ്റ്റ് സ്കിൻ കറക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ. പിന്നെ കലോട്ടസ് ആണെങ്കിൽ ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ സ്കെയിൽസ് കാണുന്നുണ്ട്, ആ കാര്യങ്ങൾ എഴുതാം. അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു പോയിന്റ് നമുക്ക് എഴുതണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ക്യാരക്ടർ തന്നെ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലേ മാർക്ക് കിട്ടും. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ കാര്യങ്ങളും അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദെൻ കുട്ടികൾ ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തിയ ഒരു ഭാഗം ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും പിന്നെ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എഴുതുക. ദെൻ അഡാപ്റ്റേഷൻ ചോദിക്കുമ്പോൾ അത് വേറെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എഴുതുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ ക്യാരക്ടർ എഴുതുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റ് നിങ്ങൾ വരുത്തരുത്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ മോഡലാണ്. അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ കുറെ ആൾക്കാർക്ക് ക്ലിയർ ആയി എന്ന്.
അപ്പൊ അത് വളരെ സിമ്പിൾ തന്നെയാണ്. നിങ്ങൾക്ക് മോഡലോ അല്ലെങ്കിൽ മോഡലിന്റെ ഡയഗ്രോ ആയിരിക്കും കാണിക്കുക. അപ്പൊ മോഡലിന്റെ പേര് ജസ്റ്റ് എഴുതുക, അതിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതുക. അത് വലിയ പ്രശ്നങ്ങൾ കുട്ടികൾ വരുത്തിയതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ, പൊതുവെ എല്ലാവരും ശരിയാക്കിയിട്ടുള്ളത്. ആൻഡ് ദെൻ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ജോയിന്റ് ആണ്. അപ്പൊ അവിടെയും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ 3 ജോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഇമ്മൂവബിളും സ്ലൈറ്റ്ലി മൂവബിളും ഫ്രീലി മൂവബിളും. അപ്പൊ നമുക്കിപ്പോ എക്സാമിനർ ഇങ്ങനെ ഹെഡ് തൊട്ട് കാണിച്ചു അല്ലെങ്കിൽ സ്കള്ളൊക്കെ കാണിച്ചിട്ട് നിങ്ങളടുത്ത് ഏത് ജോയിന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എന്താണ് ഫൈബ്രസ് ജോയിന്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ പ്രത്യേകത എന്താണ്, അതൊരു മൂവ്മെന്റ് അലോ ചെയ്യുന്നില്ല അല്ലെ, അല്ലെങ്കിൽ മൂവബിൾ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോ ഇപ്പൊ നിങ്ങളത് പിന്നെ ഫൈബ്രസ് ജോയിന്റ് എഴുതാൻ വിട്ടു പകരം എന്തെഴുതി, ഇമ്മൂവബിൾ ജോയിന്റ് എഴുതി ഇറ്റ് ഇസ് നോട്ട് അലോ എനി മൂവ്മെന്റ് എന്ന് എഴുതിയാലും അത് ശരി തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ കാർട്ടിലേജിനസ് ജോയിന്റ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലാണ്. അപ്പൊ അതിലെ കുട്ടികൾ അത് വെർട്ടിബ്രാന്നോ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളംന്നോ അല്ല അത് എഴുതേണ്ടത്, ആ ജോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. സോ കാർട്ടിലേജിനസ് ജോയിന്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് അലോ ലിമിറ്റഡ് മൂവ്മെന്റ്സ് ഓൺലി, ആ ഉത്തരങ്ങളാണ് അവിടെ വരേണ്ടത് കേട്ടോ. 2 കാര്യങ്ങളാണ്, അതിന്റെ പേരും ഫങ്ഷണൽ പെക്യുലാരിറ്റിയും. അതായത് ഫങ്ഷണൽ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഏത് തരം മൂവ്മെന്റ് ആണ് അനുവദിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ഇപ്പൊ ഷോൾഡർ ഒക്കെ കാണിച്ചിട്ട് ഇവിടെ കാണിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷോൾഡറിന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല കേട്ടോ. എന്ത് എഴുതണം, സൈനോവിയൽ ജോയിന്റ് ദെൻ അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എഴുതി. ഓക്കെ, ഇറ്റ് ഇസ് ഫ്രീലി മൂവബിൾ എന്നുള്ള കാര്യം കൂടി അതിൽ വേണ്ട. അലോ മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഫ്രീലി മൂവബിൾ, അലോ മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ, സൈനോവിയൽ ജോയിന്റ്, അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ സ്കോർ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ഫിഫ്ത്ത് കോക്രോച്ചിന്റെ ഡയഗ്രാം ഡൈജസ്റ്റീവ് മാത്രമേ ഉള്ളൂ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അത് ഡൈജസ്റ്റീവ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എവിടെ ചിത്രം കാണിച്ചു തന്നിട്ടൊന്ന് വരയ്ക്കാനല്ല കേട്ടോ, നിങ്ങൾ അത് കാണാതെ വരയ്ക്കാൻ പഠിക്കണം. ദെൻ എല്ലാ പാർട്സും ലേബൽ ചെയ്യാൻ പഠിക്കണം. കാരണം എന്താണെന്നറിയോ, അത് എനി 2 പാർട്സ് ലേബൽ ചെയ്യാനുള്ള സംഭവം ശരിയാണ്, പക്ഷെ ആ 2 പാർട്ട് പറയുന്നത് നിങ്ങളല്ല അല്ലെ തീരുമാനിക്കുന്നത്. ആരാണ്? എക്സ്റ്റേണൽ എക്സാമിനർ ആണ് തീരുമാനിക്കുന്നത് ഏതാണ് 2 പാർട്ട് എന്നുള്ളത്. അപ്പൊ നമുക്കറിയില്ലല്ലോ അയാൾ ഏതാ പറയാന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പാർട്സും ലേബൽ ചെയ്യാൻ പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പാത്തോജൻ ആണ്. അപ്പൊ പാത്തോജന്റെ കുറച്ച് മിസ്റ്റേക്സ് പിള്ളേർ വരുത്തുന്നതായിട്ട് കണ്ടു. അത് ശ്രദ്ധിക്കാനായിട്ടാണ്, കാരണം 3 കാര്യങ്ങൾ അതിൽ എഴുതാനുണ്ട്. ഒന്ന്, ഐഡന്റിഫൈ ദ ഗിവൺ പാത്തോജൻ. അതിന്റെ ഉത്തരം എന്താണ്? അത് പ്ലാസ്മോഡിയം ആണോ, എൻഡമീബ ആണോ, അസ്കാരിസ് ആണോ, ആ ഒരു പേര് അവിടെ വരണം. അതാണ് ഐഡന്റിഫിക്കേഷൻ ആവുള്ളൂ. ദെൻ നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്. പ്ലാസ്മോഡിയം ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ഒന്നാമത്തെ ആൻസർ എന്താണ്? പ്ലാസ്മോഡിയം. രണ്ടാമത്തെ ആൻസർ എന്താണ്? മലേറിയ. ദെൻ തേർഡ് ആയിട്ട് നമ്മൾ അതിന്റെ ഡിസീസിന്റെ സിംറ്റം, ഫീവർ എന്നുള്ള ആ ഒരു സിംറ്റം അല്ലെങ്കിൽ എന്താണോ സിംറ്റം അത് നമ്മൾ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, അത് വെറുതെ കളയരുത്. ആ 3 കാര്യങ്ങളും അതില് വരണം. ഓക്കെ, ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറയാതെ എംബ്രിയോളജി സ്ലൈഡിന്റെ കാര്യമാണ്. എംബ്രിയോളജിയുടെ സ്ലൈഡ് ആണ് ശരിക്കും നമുക്ക് ഇത്തവണ ഡയഗ്രാം ആണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു കാര്യമാണ് ഇത് ഡയഗ്രാം. നോക്കി നിങ്ങൾ റെക്കോർഡൊക്കെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വരുന്ന മിക്ക കുട്ടികളും റെക്കോർഡൊന്നും സ്വന്തമായി വരയ്ക്കാതെ മറ്റുള്ളവരെ കൊണ്ട് വരപ്പിച്ചവർക്കാണ് പ്രശ്നങ്ങൾ പലതും പറ്റുന്നത് കേട്ടോ. അപ്പൊ ഈ ഡയഗ്രാംസ് കണ്ട നിങ്ങൾ വരച്ച ഡയഗ്രാണ്, അത് കണ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞൂടെ? ആകെ 3 ഉള്ളൂ, ടെസ്റ്റിസ് ഓവറി ബ്ലാസ്റ്റുല എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ചിത്രം, കുട്ടികളെ കുറെ പേര് പറഞ്ഞെന്താ ചിത്രം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അത് നോക്കിയിട്ട് ഞങ്ങൾ വരയ്ക്കല്ല. അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങളത് ഡയഗ്രാം കാണിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതിയിരിക്കാം, അത് TS ഓഫ് ഓവറി ആണോ, TS ഓഫ് ടെസ്റ്റിസ് ആണോ, അതോ ബ്ലാസ്റ്റുല ആണോ, അത് നിങ്ങൾ എഴുതിയെടുത്ത ശേഷം നിങ്ങൾ പഠിച്ചിരിക്കണം, കാണാതെ വരയ്ക്കാൻ പഠിച്ചിരിക്കണം ആ സ്ലൈഡ്, ആ ഒരു ഫിഗർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വരച്ചിട്ട് ജസ്റ്റ് 1 പാർട്ട് ലേബൽ ചെയ്താൽ മതി. അത് ഏത് പാർട്ടായാലും നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളോട് ഏതെങ്കിലും ഒരു പാർട്ട് ലേബൽ ചെയ്യാനേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോ ഇപ്പോ ചില കുട്ടികള് ആ ഡയഗ്രത്തിന്റെ നമുക്ക് അതിന്റെ അത്രയും പെർഫെക്ഷൻ ആയിരിക്കണമെന്നോ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും വിട്ടുപോയിച്ചിട്ട് അതൊന്നും പ്രശ്നമില്ല കേട്ടോ. റിലീസ്ഡ് ആവാൻ വരച്ചില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അതൊരു ക്ലിയർ ആയ, ക്ലീൻ ആയി, നീറ്റ് ആയ ഒരു ഡയഗ്രം ആയിരിക്കണം. ഒരു പാർട്ട് ലേബൽ ചെയ്യണം, ഐഡന്റിഫിക്കേഷൻ കറക്റ്റ് ആവണം. ഇത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികൾ വരുന്ന വലിയൊരു പ്രശ്നം എന്താണ്, അവര് അത് ഡയഗ്രാം ടീച്ചർ കാണിച്ചു, കണ്ടു, മനസ്സിലായി, TS ഓഫ് ടെസ്റ്റിസ്, സന്തോഷമായി, വേഗം വരയ്ക്കാൻ തുടങ്ങി, വരച്ചു, ലേബൽ ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 2 കൊടുത്തു. പക്ഷേ TS ഓഫ് ടെസ്റ്റിസ് അല്ലെങ്കിൽ TS ഓഫ് ഓവറി എന്ന് അവിടെ എഴുതുന്നില്ല. അങ്ങനെ എഴുതാതെ പോയി കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. കുട്ടികളുടെ ഭാഗത്ത് വന്ന് കണ്ടൊരു മിസ്റ്റേക്ക് ആണ് ഞാനിപ്പോ പറയുന്നത്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ഉടനെ അതിന്റെ ഐഡന്റിഫിക്കേഷൻ. നമ്മളിപ്പോ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും
അതായത് ഫിഫ്ത്ത് എന്നുള്ള പിന്നെ കോക്രോച്ചിന്റെ ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആസ് സൂൺ ആസ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, അതിന്റെ ഐഡന്റിഫിക്കേഷൻ അപ്പൊ തന്നെ അവിടെ എഴുതി വെച്ചേക്കുക. അങ്ങനെയാകുമ്പോൾ അത് വിട്ടുപോയില്ല. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ പേര് എഴുതാൻ മാർക്കും TS ഓഫ് ഓവറി ടെസ്റ്റിസ് എന്ന് എഴുതിയില്ലെങ്കിൽ 1 മാർക്ക് നിങ്ങളുടെ പോകും. ഓക്കെ ആണല്ലോ. പിന്നെ വൈവ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോർഡിൽ 4 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിട്ട് 2 എണ്ണം ഏതെങ്കിലും 2 എണ്ണം കുട്ടിയോട് ആൻസർ ചെയ്യാനെന്ന രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ഞാൻ പറഞ്ഞിരുന്നു ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റില് റിയേജന്റിന്റെ പേര്, ഉണ്ടാകുന്ന കളർ ചേഞ്ച്, പിന്നെ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ് ആണോ പോളിസാക്രൈഡ് ആണോ, ഇപ്പൊ സ്റ്റാർച്ച് ഒരു മോണോസാക്രൈഡ് ആണോ പോളിസാക്രൈഡ് ആണോ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതുപോലെ ഗ്ലൂക്കോസ് ഏതാണെന്നുള്ളത്. അപ്പൊ ഗ്ലൂക്കോസ് നമുക്കറിയാം മോണോ ആണ്, സ്റ്റാർച്ച് പോളിയാണ്. പിന്നെ സ്റ്റാർച്ചിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ലൂഗോൾസ് അയഡിൻ ആണ്. അത് ഒഴിക്കുമ്പോൾ അത് കളർ ചേഞ്ച് ഡീപ്പ് ബ്ലൂ കളറാണ്. പ്രോട്ടീൻ ടെസ്റ്റിന്റെ പേര് എഴുതുക, അതിന്റെ റിയേജന്റിന്റെ പേര് എഴുതുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ 2 മാർക്ക് വൈവയുടെ സുഖമായി കിട്ടും. ദെൻ റെക്കോർഡ് ഉണ്ടായിരിക്കണം, 4 മാർക്കാണ്. റെക്കോർഡ് ഇല്ലാണ്ടൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. നിങ്ങൾ റെക്കോർഡ് എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 4 മാർക്ക് വെറുതെ കളയരുത്. അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞവര് ഞാനീ പറഞ്ഞ ചെറിയ ഇപ്പൊ ഓവറിയുടെ ഇത്ര വരച്ചപ്പോ ഓവത്തിന്റെ ഇത് മോണോട്ടി ഔട്ട് പോയി, അല്ലെങ്കിൽ ജോയിന്റിന്റെ ഇങ്ങനെ എഴുതിയില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞല്ലോ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ മാർക്കൊന്നും നഷ്ടാവില്ല. പിന്നെ നിങ്ങളുടെ പേപ്പറൊക്കെ കംപ്ലീറ്റ് ഒക്കെ മറിച്ച് നോക്കിയിട്ട് തന്നെയാണ് അവര് മാർക്കൊക്കെ ഇടുള്ളൂ. എക്സാമിന്റെ മാർക്കൊന്നും നമ്മുടെ ഇന്റേണൽ എക്സാമിനേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. നിങ്ങളുടെ സ്കൂളിലേക്ക് പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർ വാല്യൂ ചെയ്തിട്ട് അവര് തന്നെ അപ്ലോഡ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലിങ്ക് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പേപ്പർ നോക്കി മാർക്ക് അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് നമുക്കൊന്നും മാർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതും കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഓവറോൾ ഇപ്പൊ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇനി എക്സാം എഴുതാൻ പോകുന്നവര് ധൈര്യമായിട്ട് പോയി എഴുതിക്കൊള്ളാം. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാണ് നമ്മുടെ മാർക്ക് കളയേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നന്നായി പോയിട്ട് പരീക്ഷ എഴുതിക്കോളാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.